ഞാനിപ്പോ എന്റെ നാട്ടില. എന്റെ നാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോ ആ കാറ്റിനെ വിളിക്കുന്നത് മധുര നൊമ്പര കാറ്റെന്ന. തൊട്ടും തലോടിയും അത് കടന്നു പോകുമ്പോ ഞാൻ അങ്ങയുടെ വരികൾ ഓർക്കും. ആ വരികൾ എഴുതിയ ആളുടെ മനസ്സിലെ നന്മയെക്കുറിച്ചോർക്കും. എനിക്കറിയാം, എനിക്കുറപ്പുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അങ്ങെന്ന്. അങ്ങനെ ഒരു മനസ്സിൽ നിന്നല്ലാതെ ഇത്രയും മനോഹരമായ വരികൾ പുറത്തേക്ക് വരില്ലല്ലോ. ഇനിയും എഴുതണം. എന്നും മനസ്സിന് സമാധാനം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആരാധിക. എടാ, എല്ലാവരും കൂടി ഉണ്ടല്ലോ. വാ വാ, കേറിയിരിക്കെ. വാ. എല്ലാരും വാ, ഇരിക്കെ. ഇരിക്കാം. വാ, കേറിയിരിക്കെ. അങ്ങോട്ടേക്ക് വരൂ. എന്താണ് എല്ലാവരും കൂടി രാത്രിയില് വിശേഷം വല്ലതും ഉണ്ടാ? ഏട്ടാ, പുഞ്ചക്കരിപ്പാടത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഏട്ടൻ അറിഞ്ഞിരിക്കുമല്ലോ. ഞങ്ങൾ നാട്ടുകാരെല്ലാരും കൂടി ഹരിയുടെ വീട്ടിലൊന്ന് കൂടിയിരുന്നു. ഞങ്ങൾ ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അത് ഏട്ടനെ കൂടി അറിയിക്കാനാ ഇങ്ങോട്ട് വന്ന്. ഹരി പറയൂ. വന്നിരിക്കുന്ന കമ്പനിക്കാര് കരുതിക്കൂട്ടി തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അവരിപ്പോ ശ്രമിക്കുന്നത് നമ്മൾ ഈ നാട്ടിൽ കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ളതാ. അതെങ്ങനെയാ? പുറത്തുനിന്ന് വരുന്നൊരു കൂട്ടരാണോ നമ്മുടെ നാടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അതാണ് വിഷയം. നമ്മുടെ മണ്ണ് നമ്മുടെ സ്വന്തമാ. ഏതെങ്കിലും കുറച്ച് ആളുകൾ വന്ന് ഇത് നിങ്ങളെ അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചു പോവില്ലേ? പുഞ്ചക്കരിപ്പാടത്തിന്റെ അവകാശം പിടിച്ചെടുത്തവര് അതിനു ചുറ്റുമുള്ള ഭൂമി കൂടി വിലക്കെടുക്കാനാ തീരുമാനം. നമ്മുടെ നാട്ടിലെ നടപ്പുവിലേക്കാ 10 ഇരട്ടിയാ ഓരോ കർഷകനും അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. പുഞ്ചക്കരിപ്പാടത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥരെയും അവര് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്നത് ഏട്ടന്റെ കൃഷിയിടാ. അതുകൊണ്ട് ഏട്ടന്റെ കൃഷിഭൂമി അന്വേഷിച്ചു വരാനാ അവര് തിരക്ക് കൂട്ടുന്നത്. നമ്മളൊരു തീരുമാനമെടുത്തു. നമുക്ക് സ്വന്തമായുള്ള മണ്ണിൽ ഒരു തരി പോലും നമ്മൾ കമ്പനിക്കാർക്ക് വിട്ടുകൊടുക്കില്ല. എന്നിട്ട് അന്യം നിന്ന് പോകുന്ന നമ്മുടെ കൃഷി സംസ്കാരത്തെക്കുറിച്ച് ഉന്നത തലത്തിൽ ബോധ്യപ്പെടുത്തുക. എല്ലാരും കൂടെ ചേർന്നൊരു പരാതി കൊടുക്കണം. ഏട്ടാ, പരാതി ഞങ്ങൾ തയ്യാറാക്കി. ഏട്ടൻ അതിലൊന്ന് ഒപ്പിടണം. എടാ സുധി, അങ്ങോട്ടേ. എന്റെ ശാരീരിക അവശതകൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അന്നം വിളയിച്ചെടുക്കുന്നവരെ കുറിച്ച് ആർക്കും ഇപ്പൊ ഒരു മതിപ്പുമില്ല. പക്ഷേ വലിയ വലിയ പിടിച്ചടക്കലൊക്കെ കഴിഞ്ഞ് മേശപ്പുറത്ത് കഴിക്കാൻ വന്നിരിക്കുമ്പോ ചോറ് തന്നെ വിളമ്പണല്ലോ. എന്നിട്ടും എന്താ ഇവരൊക്കെ ഇങ്ങനെയായിപ്പോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനിടയ്ക്ക് അവർക്ക് ഒത്താശ പാടാൻ ചിലരും. ഇതാ നമ്മൾ കൊടുക്കുന്ന പരാതി. ഇപ്പൊ ഇതിൽ ഹരിയേട്ടൻ മാത്രമേ ഒപ്പിട്ടുള്ളൂ. അടുത്തത് വെല്ലിച്ചനാ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിടക്കുന്നത് എൻ്റെ ഭാര്യയുടെ പേരിലാ. അതെന്റെ മോൾക്കുള്ളതാ. അവളൊപ്പിടുന്നല്ലേ എന്റെ ശരി. അത് മതി. മോളെ എത്തിയേ?
നിത്യമോളെ, ഞാനിപ്പോ വരാം. ആ ആ നീ നിന്റെ പണി തുടങ്ങിയല്ലേ? ആ ചേച്ചി സുധി, അതിലൊന്നും സുരച്ച ആ മോളെ, നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. മോൾ ഇതിലൊന്ന് വായിച്ചു നോക്കി ഒപ്പിടണം. നീ ഏതറ്റം വരെ പോകുന്ന ഞാൻ തിരക്കി ഇറങ്ങിയതാ. ഈ നാട്ടിലെ ഇടവഴികളും നടവഴികളും ഒക്കെ എനിക്ക് നല്ല പരിചയമാണ്. അതിൻ്റെ ഒപ്പം സംയുക്ത മേനോൻ ഓടിയെത്തില്ല. പിന്നെ മണം പിടിച്ച് എൻ്റെ പുറകെ നടക്കാൻ ശമ്പളം കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ കൂടെ. നേരിട്ടിറങ്ങുന്നൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കൂടെ അറിയിച്ചാൽ മതി. എല്ലാത്തിനും ഞാനും കൂടി വരാം. ശരി, ആയിക്കോട്ടെ. അച്ഛാ, ഞാൻ ഫോണൊന്ന് എടുക്കട്ടെ. ആ ആയിക്കോട്ടെ. മണം പിടിക്കാനും ശത്രുവിനെ കൊന്നുകൊണ്ട് മുമ്പിലിടാനും വേട്ട നായ്ക്കൾ ഒരുപാടുണ്ട് എൻ്റെ മുമ്പിൽ. പക്ഷേ നിന്നെ വേട്ടയാടാൻ അവരെ ഒന്നും അയക്കണ്ട. ബിക്കോസ് യു ആർ സംതിങ് സ്പെഷ്യൽ. നിന്നെ പിന്തുടരാൻ സാംസൺ നേരിട്ടിറങ്ങും. ഒത്ത ശത്രുവാണെന്നൊരു വലിയ പദവി തന്നതിന് താങ്ക്സ്. മാഡത്തിന്റെ ജോലി നടക്കട്ടെ. പണത്തിന്റെ മുമ്പിൽ ഒതുങ്ങിപ്പോയവരെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഗ്രാമത്തിന്റെ പേര് ഉച്ചരിക്കുന്നത് വഴങ്ങാത്തവരെന്നും ധിക്കാരികളെന്നുമായിരിക്കും. പക്ഷേ ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുന്നത് സ്വന്തം ഗ്രാമത്തിനെ കുറിച്ച് അഭിമാനികളെന്നായിരിക്കും. നടക്കട്ടെ. ഈ ഒത്തൊരുമ എപ്പോഴും ഉണ്ടാവണം. ചത്താലും ജീവിച്ചാലും ഒന്ന്. അങ്ങനെയല്ലേ നിങ്ങളുടെ മുദ്രാവാക്യം? ജീവിക്കാൻ നിങ്ങൾ നോക്ക്, കൊല്ലാൻ ഞാനും നോക്കാം. കമ്പനി മുതലാളിയാ, സംയുക്ത മേനോൻ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? പാതിരാത്രിയിൽ നമ്മുടെ പിന്നാലെ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് അതാ. നമ്മുടെ കാലടികൾ അവർ പിന്തുടരുന്നുണ്ട്.
നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഹരിയേട്ടാ, ചേച്ചി ഒപ്പിട്ടു. ഇനി ആ നാളെ രാവിലെ നമുക്ക് ഒന്നിച്ചു പോവാം. എന്നിട്ട് എല്ലാവർക്കും എല്ലാ വഴിക്കും ഇറങ്ങാം. ആ എന്നാ പിന്നെ നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോ. ഞാൻ കുറച്ചേരം ഏട്ടൻ്റെ കൂടെ ഇരിക്കട്ടെ. ആ ഒന്ന് ഇറങ്ങാൻ നോക്ക്. ഹരിയേട്ടാ പോവാം. ശരിയെന്നാ. ആ നമുക്ക് പോവാം. ശരി. 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 അച്ഛാ പോട്ടെ. നല്ല ചങ്കൂറ്റുള്ള ചെറുപ്പക്കാരനവൻ. ഇങ്ങനെയുള്ളവരാ നാടിന് ആവശ്യം. ശരിയാ, ഇങ്ങനെയുള്ളവരാ സത്യത്തിൽ നാടിനെ ഭരിക്കേണ്ടത്. ഇതേത് നമ്പറാ? ഹലോ, സാംസ്. അയ്യോ, എന്റെ നമ്പർ എങ്ങനെ കിട്ടി? നളിനിക്ക് നളിനിയുടെ ജാതകം വേണോ? അത് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം. ഓ, എന്നോട് ഇടപെടുന്നവരുടെ ഡീറ്റെയിൽസ് കൃത്യമായി സൂക്ഷിക്കാൻ എനിക്കറിയാം. ഒപ്പിടാൻ വന്ന പൗരസമിതിക്കാർ തിരിച്ചുപോയോ? അവര് പോയി. അവിടെ ആരാ പരാതിയിൽ ഒപ്പിട്ടത്? അത് ഏട്ടന്റെ മോളാ നിത്യ. എന്ന് പറഞ്ഞ എന്റെ കമ്പനിക്കെതിരെ നടക്കുന്ന ഫൈറ്റിലാണ് ചേരാൻ നളിനിയുടെ ഏട്ടനും മകളും തീരുമാനിച്ചു. അവരുടെ കാര്യല്ലേ, ഞാൻ എന്തു പറയാനാ? അവരുടെ കാര്യം നളിനി പറയണ്ട. പക്ഷേ നമ്മൾ തമ്മിൽ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. പുഞ്ചക്കരി പാടത്തിനടുത്ത് കിടക്കുന്ന നളിനിയുടെ ഏട്ടന്റെ ഭൂമി 2 ദിവസത്തിനകത്ത് അത് നളിനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിന് തൊട്ടടുത്ത ദിവസം നളിനി അതെനിക്ക് കൈമാറുന്നു. എന്ന് പറഞ്ഞാ എല്ലാത്തിനും കൂടെ നളിനിയുടെ കയ്യിൽ 3 ദിവസമേ ഉള്ളൂ. അല്ല, അത് അവിടെ ആര് വന്നു, എന്ത് നടന്നു, അതെനിക്ക് പ്രശ്നമല്ല. നളിനി പറഞ്ഞ വാക്ക് പാലിക്കണം. അഥവാ അത് പാലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ, പുഞ്ചക്കരി പാടത്ത് ഫാക്ടറിക്ക് കല്ലിടാൻ വേണ്ടി ഞാനൊരു കുഴി എടുത്തിട്ടുണ്ട്. അതിപ്പോ ശൂന്യമായി കിടക്കുക. എന്നെ ചതിച്ചൊരാളെ അടക്കം ചെയ്ത് ആ കുഴി മൂടിയ എനിക്ക് യാതൊന്നും തോന്നില്ല. വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ആളുകളെ ബലി കൊടുക്കുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനൊന്ന് പുഞ്ചക്കരി പാടത്ത് ആവർത്തിക്കരുത്. അയ്യോ, എല്ലാം മനസ്സിലായി സാംസേ. സോ നളിനി വാക്ക് തെറ്റിക്കരുത്. തെറ്റിച്ച ഞാൻ പറഞ്ഞതൊന്നും ഞാനും തെറ്റിക്കില്ല. ഗുഡ് നൈറ്റ്. എന്റെ ദൈവമേ, ചതിച്ചോ? ഈ ചെറുക്കനെ കാണുന്നില്ലല്ലോ. വിമലേ, വിമലേ, ഹലോ അമ്മേ. മോള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലാതെ പിന്നെ അമ്മ എന്താ കരുതിയത്? ഞാൻ എവിടെയെങ്കിലും പോയി കാണണം? അങ്ങനല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛനും മോളും കൂടി ചെറിയച്ഛൻ്റെ വീട്ടിലേക്കോ മറ്റോ പോയി കാണുമെന്ന്. മോളെ, അച്ഛനും ഞാനും കൂടി അങ്ങോട്ട് വരിക. ഇപ്പോഴോ? അതെ, റെഡിയാവാൻ പോവാ. ജീവനും വരുന്നുണ്ട്. വേണ്ടമ്മേ, ഇപ്പം ഇങ്ങോട്ട് വരണ്ട. മോളെ, നീ
ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചു. വരാന്ന് ഞാൻ അമ്മയോട് വാക്ക് പറഞ്ഞതല്ലേ. അമ്മയോട് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല. പിന്നെന്താ മോളെ? അമ്മ മാത്രമാണ് വരുന്നതെങ്കിൽ ഞാൻ ഒന്നും പറയില്ലായിരുന്നു. അച്ഛനും വരുന്നില്ലേ? എന്നോട് സോറി പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോവാനല്ലേ? അച്ഛനെ അങ്ങനൊരു പൊസിഷനിലേക്ക് എത്തിക്കേണ്ട അമ്മേ. അമ്മയ്ക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ മോളെ. അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ തന്നെ ഇറങ്ങും പിന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അച്ഛൻ പറഞ്ഞത്. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വന്നോളാം അമ്മേ. മോള് മോൾ എന്തെങ്കിലും മോളുടെ അച്ഛനോട് പറഞ്ഞോ? ഇല്ലമ്മേ, എനിക്കവിടെ പരമസുഖാണെന്നാ ഞാൻ അച്ഛനോട് പറഞ്ഞത്. അച്ഛനോട് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. മോള് വരുമ്പോഴേക്കും അവനെ പറഞ്ഞ് മാറ്റിയെടുക്കാൻ അച്ഛനും അമ്മയും ശ്രമിക്കും. ഒരുപാട് ശ്രമിച്ചതാണ്, ഒരു ഫലവും കാണാത്തത്. പക്ഷെ മോളെ ഓർത്ത് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നേ ഉള്ളൂ. അതിനു വേണ്ടി ബഹളമൊന്നും ഉണ്ടാക്കണ്ട അമ്മേ. വരുന്നത് വരട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ തിരിച്ചു വന്നത്. അമ്മ അച്ഛനോട് പറഞ്ഞാൽ മതി. ശരി മോളെ. അല്ല, നാളെ മോൾ എപ്പോ വരും? നേരം വെളുക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും. ശരി, പിന്നെ ഞാൻ ശരവണനെ ഇങ്ങോട്ട് അയക്കട്ടെ? വേണ്ട, ഞാൻ വന്നോളാം. എങ്കിൽ ശരി, അമ്മ നിന്നെ കാത്തിരിക്കും. ശരി അമ്മേ. ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കുമ്പോ അച്ഛന് സന്തോഷാവും. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. മുറിയിലേക്ക് ചെന്നപ്പോ ജീവൻ എന്തെങ്കിലും സംസാരിച്ചോ? ഇപ്പൊ വന്നൂന്ന് ചോദിച്ചു, അത്ര തന്നെ. നിന്നെ പോലൊരു പെണ്ണിനെയും കൊണ്ട് ഇത്ര നന്നായിട്ട് ജീവിക്കേണ്ടവന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ എന്തേലും കാലക്കേടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മാറാനും ദൈവം സമയം തീരുമാനിച്ചിട്ടുണ്ടാവും. അമ്മയും മോളും കൂടി ഗൗരവമായ ചർച്ചയിലൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് എന്ത് ഗൗരവമായ ചർച്ച? ആന്റി, അങ്കിളും ജ്യോതിയൊക്കെ എവിടെ? രഘുവേട്ടൻ രാവിലെ തന്നെ നടക്കാനിറങ്ങി. പോയപ്പോ ജ്യോതിയും പിടിച്ചുണ്ടങ്ങ് പോയി. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. ഞാനേ ഒരു കാര്യത്തിന് എല്ലാവരെയും ക്ഷണിക്കാൻ വന്നതാ. എന്താ? നാളെ ഞാനൊരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അല്ല, ഇന്നാളൊരെണ്ണം തുടങ്ങിയതല്ലേ? അത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും ചേർന്ന് തുടങ്ങിയതാ. ഏകദേശം അതൊന്ന് റണ്ണിങ് ആയി വന്നപ്പോ ഞാനത് പൂർണ്ണമായും അവൾക്ക് കൈമാറി. അവൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ആന്റി, അതങ്ങ് തീർന്നോട്ടേന്ന് കരുതി. ഇത് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയം ഇല്ലേ, അതിന് തൊട്ടടുത്ത ബിൽഡിങ്ങാ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുൻപേ ഇനാഗ്രേഷൻ നടത്താന്ന് തീരുമാനിച്ചതാ. പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരല്ലേ, അനുമതിയെല്ലാം കിട്ടിയതേ ഇന്നലെ വൈകിട്ട്. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇനാഗ്രേഷൻ നാളെ രാവിലെയാണേ. നാളെ രാവിലെ ഇനോഗ്രേഷൻ നടക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷന് ഇപ്പോഴാണോ ഞങ്ങളെ ക്ഷണിക്കാൻ വരുന്നേ? അതിന് ഞങ്ങൾക്ക് പരാതിയുണ്ടേ. ആ പരാതി അങ്ങ് എടുക്കുന്നില്ല. സ്വന്തം കുടുംബത്തിലെ ഒരു കാര്യം ഇങ്ങനെയൊക്കെ അറിയിച്ചാ മതി അല്ല ആന്റി? മതി മതി. അല്ല, ആരാ ഉദ്ഘാടനം? ഉദ്ഘാടനത്തിന് ഒരു ഗ്രേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാ. ആന്റി കേട്ടിട്ടുണ്ടാവും, സച്ചിൻ മാർക്കോസ് എന്ന മുഴുവൻ പേര്.
കേട്ടിട്ടുണ്ട്. അയാള് ടി.വിയിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ? അത് തന്നെയാ. അപ്പൊ ആന്റി എല്ലാവരോടും പറയണം, എല്ലാവരും കൃത്യമായിട്ട് വരികയും ചെയ്യണം. ഒരാള് പോലും ഒരു എക്സ്ക്യൂസും പറയാൻ പാടില്ല. സാറാ, ഞാൻ വരില്ല കേട്ടോ. താൻ വരാതെ പിന്നെ എങ്ങനെയാ? ഞാൻ നാട്ടിൽ പോയപ്പോ കുറച്ച് മഴ നനഞ്ഞു. ചെറിയ പനിയുണ്ട്, അതാ. ജീവൻ താൻ വരില്ലേ? എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട്. നിത്യ, ജീവൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയടോ. ഒന്ന് വന്നിട്ട് പോടോ.